ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റൈസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്ക് പീ ഫ്രൈഡ് റൈസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെള്ളക്കടലയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്ക് പീ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വേവിക്കാതെ എടുത്തതാണ്, നീര് ഉപ്പിട്ട് വേവിച്ചതാണ്. ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിത് അര കപ്പ് ചിക്ക് പീ ആണ് ഇങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കപ്പ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്ക് പീ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ഇല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ജിഞ്ചർ ഗാർലിക് സോസ്, ഇത് ഫ്രൂട്ടോമാൻ്റെ ആണ്. വളരെ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചേർത്താൽ. ഇതിനകത്തോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തരിയായി പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്താൽ മതിയാകും. ചിക്ക് പീ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുമാണ് കേട്ടോ. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്ക് പീ റൈസിനുള്ള കടല ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ വെള്ളക്കടല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലൊന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളക്കടലയൊക്കെ ഒരുവിധം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗവും അതിൻ്റെ ഉള്ളിയോട് ചേർന്നുള്ള ഭാഗവും കൂടിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് ചിക്കനിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് തന്നെയല്ല, കുട്ടികൾക്ക് ഈ കടലയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയാണ്. പ്രോട്ടീൻ ധാരാളം ഉള്ളതാണ് കടലയിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊണ്ടുപോകാനും നല്ലതാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഞാനിത് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം.
ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു കഷ്ണം പട്ട, ഒരു തക്കോലവും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും പിന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ്. വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ആരോഗ്യത്തിനൊക്കെ ക്യാരറ്റ് വളരെ നല്ലതാണ്. ക്യാരറ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. സോയ് സോസ് ചേർക്കുമ്പോൾ അല്പം പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് സെല്ലറി ചെറുതായി കട്ട് ചെയ്തതാണ്. സെല്ലറിയുടെ തണ്ട് ഭാഗം ചെറുതായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സെല്ലറി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ചില്ലി സോസ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ചേർക്കാതിരിക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി സോസും കൂടി ചേർത്ത് കൊടുക്കാം. പകരം പേസ്റ്റും ചേർക്കാം കേട്ടോ. നമ്മളിത് വെള്ളക്കടല മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. കുറച്ചിപ്പോൾ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കടല മാരിനേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ബൗളിലെ മസാല ഒരല്പം വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിൻ്റെയൊക്കെ ഉപ്പ് തന്നെ പാകത്തിനുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച ബസ്മതി റൈസാണ്. ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇത് ആവശ്യത്തിന് പാകത്തിന് വേവിച്ചെടുക്കുക. നമ്മളിതിന് ഇനി കൂടുതൽ കുക്ക് ചെയ്യില്ല. അതുകൊണ്ട് എത്രമാത്രം വേകണോ അതനുസരിച്ച് വേവിച്ചെടുക്കുക. മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് സ്പ്രിംഗ് അണിയനാണ്. ഗ്രീൻ ഭാഗം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് സെല്ലറിയുടെ ഒരു ഇലയാണ്. സെല്ലറിയുടെ തണ്ടിൻ്റെ കൂടെ ചേർന്നുണ്ടാകുന്നതാണ്. അതിൽ ഒരില മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് റൈസേ ഉള്ളതുകൊണ്ട്
ഒരില മാത്രം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് റൈസ് വേവിച്ച വെള്ളം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ റൈസ് ചൂടാക്കാൻ വെച്ചത്. ഇപ്പോൾ ചിക്ക് പീ റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ വളരെ രുചികരമായ ഈ ചിക്ക് പീ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ചറിയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്